ഹായ് ഫ്രണ്ട്സ്, വാവച്ചൊരു സ്കൂളിൽ ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ വാവച്ചൊരു 4 മണിക്ക് ആയപ്പോൾ പോയി. ആളെ SPCയിലൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം 4 മണിക്ക് സ്കൂളിൽ എത്തണമെന്ന് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ 4 മണിക്ക് പോയി. ഞങ്ങളോട് ഒരു 8 മണി 8:30 ആകുമ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ബിജാഷേട്ടനും കൂടിയിട്ട് ഒരു 8 മണിക്ക് ആയപ്പോൾ സ്കൂളിൽ ചെന്നു. സ്കൂളിൽ ചെന്നിട്ട് അവളുടെ കയ്യിൽ ഫോണും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലല്ലോ. അത് കാരണം ഞാൻ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു. ബിജാഷേട്ടൻ പുറത്താണ് നിന്നത്. ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് അവളെന്നെ കുറച്ച് നേരമൊക്കെ തിരഞ്ഞു, കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പരിപാടികളൊക്കെ തുടങ്ങണേ ഉണ്ടായിരുന്നുള്ള പ്രസംഗവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നിട്ട് ഞാൻ വാവച്ചീനെ കണ്ടു. അപ്പോൾ ഇത് അവളുടെ കൂട്ടുകാരാണ് ദേവിയും അമ്മയും. അപ്പം അങ്ങനെ അവർ നിങ്ങളോടൊരു ഹായൊക്കെ പറയുകയാണ്. അപ്പോൾ വാവച്ചി ഞങ്ങളുടെ കൂടെ വന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപാടികളൊക്കെ കഴിയാണ്ട് പോരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. SPCയിലുള്ള കാരനെ. അപ്പോൾ എനിക്ക് എന്തോ ഒരു ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ ബിജാഷേട്ടന് പോന്നു. പിന്നെ അമ്മയുടെ പപ്പ പറഞ്ഞു പപ്പ വരുമ്പോൾ കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ പാർലിക്കാട് എത്തുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ബിജാഷേട്ടൻ പോയി കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ജോലി കഴിഞ്ഞിട്ട് നേരെയല്ലേ സ്കൂളിലേക്ക് പോയത്. അപ്പോൾ നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബിജാഷേട്ടൻ ഒരു കടയിൽ കയറിയിട്ട് ഒരു ചായയും ബൺമസ്കൊക്കെ വാങ്ങിച്ച് തന്നു. ഒരു രസം ഉണ്ടായിരുന്നില്ല ബൺമസ്ക. അപ്പം അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിൽ ചെന്നിട്ട് കുറച്ച് നേരം ഞാൻ അവിടെ കിടന്ന് അങ്ങനെ ഭയങ്കര ക്ഷീണമായിരുന്നു. അങ്ങനെ കിടന്നുറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ പള്ളി പെരുന്നാളിന് പോയിട്ട് കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അങ്ങനെ വന്ന് വണ്ടിയൊക്കെ നല്ല അടിപൊളി വൈബായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പള്ളിയുടെ അവിടേക്ക് നടന്നിട്ട് എൻ്റെ മാമൻ്റെ മകളും പിന്നെ അവളുടെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞ് നിന്നു. അവരും പോകാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പള്ളിയുടെ അപ്പുറത്തേക്ക് കടന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു. അവിടെ കാല് കുത്താൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നെ പല സ്ഥലത്തു നിന്നും ഇതുപോലെ പല സെക്ഷനായിട്ടും ഇങ്ങനെ ബാൻഡ് സെറ്റും ശിങ്കാരിമേളവും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവിടെ നിന്ന് കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ വെറുതെ ഒരു ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു എന്ന്. അപ്പോൾ നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. മണിക്കൂട്ടുണ്ടായിരുന്നു, അവൻ അപ്പുറത്ത് മാറി നിൽക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ അവൻ്റെ കൂട്ടുകാരെ കണ്ടപ്പോഴേ അപ്പോൾ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങളങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ നേരെ മണിക്കൂട്ടനെ വാവച്ചീനും എൻ്റെ വീട്ടിൽ കൊണ്ടാക്കി. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് കലക്കി വയ്ക്കുകയായിരുന്നു. അവിടെ പൂരല്ലേ തിങ്കളാഴ്ച. അപ്പം അങ്ങനെ അതൊക്കെ ഞാൻ വെറുതെ വീഡിയോ എടുത്തു. അതിനുശേഷം അനിയൻ റോക്കീനെയും കൊണ്ട് റോക്കീനെ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവനോടൊക്കെ വർത്താനം പറഞ്ഞതിന് ശേഷം ഞങ്ങൾ പോവാണ്. അപ്പോൾ അവൻ പറയുമായിരുന്നു നാളെ കാലത്ത് നേരത്തെ വന്നോളൂ എന്ന്. അപ്പം അങ്ങനെ അവരോടൊക്കെ ടാറ്റയും ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക്